ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ ചില മെസ്സേജസ് എല്ലാവർക്കും ബാധിക്കില്ല, റെസൊനേറ്റ് ആവില്ല. ഏതാ മെസ്സേജസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണമെന്ന് വെച്ചാൽ അതെടുക്കുക, ആൻഡ് റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുള്ളൂ. എത്രയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണേ അത്രയും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ. അങ്ങനെ എനിക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടോ ഇല്ലേന്ന്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അതല്ലാണ്ട് ഒരു പ്രൈവറ്റായി റീഡിംഗ് ബുക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഈ റീഡിങ്സ് ഒക്കെ ജനറൽ റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങളെപ്പോലെ കുറേ ആൾക്കാർ ഈ വീഡിയോസിനെ കാണുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ അത് റെസൊനേറ്റ് ആവില്ല. അപ്പോൾ പ്രൈവറ്റ് റീഡിംഗ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ട് വെച്ചാൽ അത് നിങ്ങളുടെ എനർജി മാത്രമാണ്. അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ലച്ചാ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. അവിടെ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യും. പെയ്ഡ് റീഡിങ്സ്, പ്രൈവറ്റ് റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ഒക്ടോബർ മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ മെസ്സേജസ് എന്ന് അവിടെ കാണാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ ഒക്ടോബർ മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ് ലിയോ? നിങ്ങളുടെ പാസ്റ്റിൽ 4 swords ആണ്. നിങ്ങളുടെ കറണ്ട് എനർജി ഒക്ടോബറുടെ എന്താണ്? കറണ്ട് എനർജി 7 of swords. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിൽ എന്താണ്? ഫ്യൂച്ചർ എനർജിയിൽ 7 of wands. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഒക്ടോബർ മാസത്തിൻ്റെ ആണ് Knight of swords. നിങ്ങളുടെ അഡ്വൈസ് Ace of cups. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് Knight of wands. ഓവറോൾ എനർജി നിങ്ങളുടെ 6 of cups ആണ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ലിയോ, ഇവിടെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ 6 of cups ഇതൊരു പാസ്റ്റ് പേഴ്സൻ്റെ എനർജിയാണ്. ഇതൊരു റീകൺസിലിയേഷൻ്റെ എനർജി ആയിരിക്കാം. ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. അതാണ് ഓവറോൾ എനർജി ആയിട്ട് ഞാൻ കാണുന്നത്. നിങ്ങൾ ഒരു പാസ്റ്റ് പേഴ്സണെ മിസ്സും ചെയ്യുന്നുണ്ടാവും. മേ ബി നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ഈ പേഴ്സണെ കുറേ മിസ് ചെയ്യുന്നുണ്ടാവും. അവരെ കുറച്ച് ആലോചിക്കുന്നുണ്ടാവും. അവരുടെ കൂടെയുള്ള പാസ്റ്റ് മൂമെൻറ്റ്സ് ഒക്കെ അതിനെ മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ 6 of cups കാണുന്നത് അതുമായിരിക്കാം. മേ ബി നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ഈ പേഴ്സണെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. ഹൈറോഫാണ്ട് ഉണ്ട് ഇവിടെ, ടോറസ് എനർജി. ഈ പേഴ്സൺ മേ ബി മാരീഡ് ആയിരിക്കാം, ഓറൽസ് നിങ്ങൾ മാരീഡ് ആയിരിക്കാം. അതും അല്ല വെച്ചാൽ മേ ബി നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണർ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ മേ ബി അതും ആയിരിക്കാം നിങ്ങൾ മിസ് ചെയ്യണത് ഈ പേഴ്സണെ. ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ബ്രേക്കപ്പ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടായ നിങ്ങളുടെ പാസ്റ്റിൽ 4 swords ആണ്. അപ്പോൾ ഇതൊരു സെപ്പറേഷൻ്റെ എനർജിയാണ്, ഹീലിംഗിൻ്റെ എനർജിയാണ്. നിങ്ങൾ പാസ്റ്റിൽ ആദ്യോ പറഞ്ഞ ഏതോ നിങ്ങളൊരു ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെ ഒരു ഡിസിഷൻ എടുത്തു. ആൻഡ് ഇവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട് പാസ്റ്റിൽ. ഈ സെപ്പറേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടായേ? മേ ബി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരുന്നു. ഇവിടെ ഒരു സിംഗിൾ എനർജി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് ബ്രേക്ക് ഓഫ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു, ഓറൽസ് നിങ്ങളുടെ പേഴ്സൺ അത് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ റിലേഷൻഷിപ്പിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യാനാണ് ഡിസൈഡ് ചെയ്തത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇവിടെ ഫിസിക്കൽ സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. അതുകൊണ്ടുമായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ കുറേ ബേർഡൻസും ബാഗേജ് ഉണ്ടായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. ഇപ്പോൾ കറണ്ട് എനർജിയിൽ 7 of swords ആണ് നിങ്ങളുടെ കറണ്ട് എനർജി ഒക്ടോബറിൽ. 7 of swords ഒരു സെൽഫ് സാബോട്ടാജിൻ്റെ എനർജി ആയിരിക്കാം. അതല്ല വെച്ചാൽ
എന്തോ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം പുറത്തു വരുന്നുണ്ട്, എന്തോ ഒരു റെവലേഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ 7 of Swords എന്താണ് ഇവിടെ? പേജ് ഓഫ് കപ്സ്. ഈ പേജ് ഓഫ് കപ്സും 7 of Swords എന്താണ്? ചാരിയറ്റ്. അപ്പോ ലിയോ, ഇവിടെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഒരു ചോയ്സ് ഉണ്ട്. ഈ പാസ്റ്റിനെ വിട്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാനുള്ള ചോയ്സ്, ഓറൽസ് പാസ്റ്റിനെ നിങ്ങൾ ഓർത്തിട്ട് ഈ കറണ്ട് ഓപ്പർച്യൂണിറ്റീനെ മിസ് ചെയ്യണ ചോയ്സ്. ഈ 2 ചോയ്സസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. പക്ഷെ നിങ്ങൾ എവിടെയോ ഒരു പുതിയ റിലേഷൻഷിപ്പിന് റെഡി ആയിരിക്കില്ല, ഓറൽസ് മേ ബി നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നല് ഇത് ശരിയായ സമയമല്ല, നിങ്ങൾ റെഡി അല്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഇതൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ്, ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് റെഡി അല്ല. ഇത് ഒരു സെൽഫ് സാബോട്ടാജ് എനർജിയാണ് ഞാൻ കാണുന്നത്. 7 of Wands ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിലും നിങ്ങൾ എന്തോ റെസിസ്റ്റ് ചെയ്യണോ, ഫൈറ്റ് ചെയ്യണോ. ഈ 7 of Wands ബ്ലോക്കിന്റെ എനർജിയാണ്. എന്താണ് ഈ 7 of Wands? പേജ് ഓഫ് Wands ഉണ്ട് ഇവിടെ. ആൻഡ് 10 of Pentacles ഉണ്ട്. അപ്പോൾ അഗൈൻ ഞാൻ സെയിം മെസ്സേജ് ആണ് ഇവിടെ ഫ്യൂച്ചറിലും കാണുന്നത്. നിങ്ങൾക്ക് വേണച്ചാൽ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേബിൾ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിയലി ഫൈറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഇന്നർ ഡീമൺസ്, നിങ്ങളുടെ ഇന്നർ പേടി, ഉള്ളിലത്തെ ഒരു പേടി ഉണ്ട് നിങ്ങൾക്ക്. അത് ചിലപ്പോൾ ഇത് വർക്ക്ഔട്ട് ചെയ്യില്ല, എന്താ ഞാൻ ചെയ്യുക, ഇങ്ങനെ അങ്ങനെ പറഞ്ഞാൽ കുറേ തോട്ട്സ് ഉണ്ട്. കുറേ വേറെ ആൾക്കാരും നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടാവും, നെഗറ്റീവായി സംസാരിക്കുന്നുണ്ടാവും. അതും നിങ്ങൾക്ക് എവിടെയോ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ നെഗറ്റിവിറ്റിയൊക്കെ വിട്ടിട്ട് വേണം ഒരു പോസിറ്റീവ് അപ്രോച്ച് ഈ റിലേഷൻഷിപ്പിൽ എടുക്കാൻ. എന്ന് വെച്ചാൽ ഇതൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ്, ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. ആൻഡ് ഇത് നിങ്ങൾ സാബോട്ടാജ് ചെയ്താൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് കിട്ടാൻ ഡിഫിക്കൾട്ട് ആയിരിക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും ആദ്യം തിരിച്ചു വരാൻ. അപ്പോൾ നൈറ്റ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. നിങ്ങളുടെ ചാലഞ്ച് എന്താ വെച്ചാൽ ഇമ്പൾസീവ് ഡിസിഷൻസ് ആണ് ചാലഞ്ച്. ഇമ്പൾസീവായി എന്തെങ്കിലും പറയുക, ഇമ്പൾസീവായിട്ട് എന്തെങ്കിലും ചെയ്യുക, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഇമ്പൾസീവ് ഡിസിഷൻസ് എടുക്കുക. 2 of Pentacles, ഇതൊരു ഇംബാലൻസിന്റെ കാരണമാണ് നിങ്ങൾ ഇത്രയും ഇമ്പൾസീവായി ഫീൽ ചെയ്യണത്, ഒരു ആങ്സൈറ്റി മാതിരി. അപ്പം നിങ്ങൾ ഡിസിഷൻസും അങ്ങനെ എടുക്കണേ, ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഓക്കെ, കിങ് ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകാനാണ് പറയണത്. ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇമ്പൾസീവ്നെസ് ആണ്. ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ പുതിയ ബിഗിനിങ് എംബ്രേസ് ചെയ്യാനാണ് പറയണത്. ഇവിടെ ഒരു ന്യൂ ലവ് ഉണ്ട്, ഒരു ന്യൂ റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ അതിന് നിങ്ങൾ എംബ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്റ്റിനെ വിടേണ്ട ആവശ്യമുണ്ട്, പാസ്റ്റിനെ സറെൻഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, പാസ്റ്റിൻ്റെ എനർജീനെ വിട്ട് മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. കുറെ ലാക്ക് ഓഫ് കോൺഫിഡൻസും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടും നിങ്ങൾ കോൺഫിഡൻ്റ് ആയി ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ഒരു പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു എനർജിയിലാണ്. നൈറ്റ് ഓഫ് വാൻഡ്സ് ഒരു അൺസ്റ്റേബിൾ എനർജിയാണ്. പാഷൻ ഉണ്ട് പക്ഷേ കമ്മിറ്റ്മെന്റ് ഇല്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ ഒരു കുറെ ലവിങ് പേഴ്സൺ ആണ്. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി. പക്ഷെ നിങ്ങളുടെ എനർജി ആ കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് റെഡി അല്ല. ഓക്കെ, ഇൻഫാക്ട് വേറെ നൈറ്റ് ഓഫ് പെന്റിക്കിൾസും ഇവിടെ ഉണ്ട്, വെർഗോ എനർജി. അപ്പൊ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് ലവില്. പക്ഷെ നിങ്ങൾ ആക്ച്വലി ഒരു സ്ഥിരത ഇല്ല നിങ്ങളുടെ ഡിസിഷൻസിൽ. നിങ്ങളുടെ ഫോക്കസ് മേ ബി നിങ്ങൾക്ക് ഒരു കാഷ്വലായി റിലേഷൻഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ബട്ട് ഈ വരണ റിലേഷൻഷിപ്പ് ഒരു സീരിയസ് റിലേഷൻഷിപ്പാണ്. ഈ വരണ പേഴ്സണ് അവർക്ക് ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് ആണ് വേണ്ടത്. അപ്പോൾ മേ ബി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് റെഡിയായി ഫീൽ ചെയ്യില്ല ഈ മാസം. അതാണ് എനിക്ക് ആ മെസ്സേജാണ് ഇവിടെ പറയണത്.
പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഈ റിലേഷൻഷിപ്പ് ഒരു സ്റ്റേബിൾ ലോങ് ടേം ഫ്യൂച്ചറുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിനെ സാബോട്ടാജ് ചെയ്യാണ്ട് നോക്കുക എന്ന് വെച്ചാൽ ഇതൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ ഔട്ട്കം കിങ് ഓഫ് സോൾസ്, നിങ്ങളുടെ ഔട്ട്കം ഒരു എക്വേരിയസ് എനർജിയാണ് ഇവിടെ കാണുന്നത്. കുറേ ഒരു പ്രാക്ടിക്കലായി എനർജിയാണ് കിങ് ഓഫ് സോൾസ്. മേ ബി നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിൻ്റെ ആവശ്യമുണ്ട് ഈ സമയത്ത്. ഈ ഫ്രണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രാക്ടിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മേ ബി നിങ്ങൾക്ക് ഒരു കൗൺസിലറുടെ ആവശ്യം ഉണ്ടാവും. എന്നുവെച്ചാൽ കൗൺസിലറും ഒരു കിങ് ഓഫ് സോൾസ് എനർജിയാണ്. അവരും ഒരു കൗൺസിലർ മേ ബി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഈ പാസ്റ്റിനെ ഫൊർഗോ ചെയ്യാൻ, പാസ്റ്റിനെ വിട്ട് മുമ്പോട്ട് പോകാൻ. ഇവിടെ ഡെത്ത് ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. എവിടെയോ കിങ് ഓഫ് സോൾസ് നിങ്ങളുടെ എനർജിയും ആവാം. നിങ്ങൾ കുറേ ഡിറ്റാച്ച്ഡ് ആണ്, നിങ്ങളുടെ തന്നെ ഇമോഷൻസിൽ നിങ്ങൾക്ക് കണക്ഷൻ ഇല്ല, നിങ്ങൾ കുറേ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് പേടിയുണ്ട്. ആദ്യം ഇമോഷണലി നിങ്ങൾ അറ്റാച്ച് ആയ അത് പിന്നെ വർക്കൗട്ട് ചെയ്യില്ല വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം ഹാർട്ട് ബ്രേക്ക് ആവും. അത് ആ പേടിയുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത് ഒരു പുതിയ പേഴ്സൺ ആണ്. പക്ഷെ ഈ പുതിയ പേഴ്സൺ മേ ബി നിങ്ങൾ ഈ പേഴ്സണെ ഓൾറെഡി അറിയാം, മേ ബി നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം. പക്ഷെ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു പുതിയ സ്റ്റേബിൾ ബിഗിനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ എനർജിയിൽ ഇവിടെ 6 ഓഫ് കപ്സ് ഉള്ളത്. എന്നുവെച്ചാൽ നിങ്ങൾ ഒരു പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. ഇത് റീകൺസിലിയേഷൻ്റെ കാർഡല്ല. ഈ റീഡിങ്ങിൽ ഈ കാർഡിൻ്റെ മീനിങ് വേറെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ആ പേഴ്സണെ മിസ് ചെയ്യുമ്പോൾ ഈ 6 ഓഫ് കപ്സ് അവിടെ കാണും. എന്നുവെച്ചാൽ അവരുടെ എനർജി ഇപ്പോഴും നിങ്ങളുടെ ലൈഫിലുണ്ട്. അതാണ് ഇവിടെ ഇൻഡിക്കേഷൻ ഉള്ളത്. അതുകൊണ്ടാണ് ഈ പാസ്റ്റ് എനർജി നിങ്ങളുടെ റീഡിങ്ങിൽ കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും മൂവ് ഓൺ ചെയ്തിട്ടില്ല ആ പാസ്റ്റ് പേഴ്സണിൻ്റെ അടുത്തുനിന്ന്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വരണത് ഒരു പുതിയ പേഴ്സൺ ആണ്. ആൻഡ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ഡിസൈഡ് ചെയ്യാനാണ് പറയണത്. എന്നുവെച്ചാൽ ഇതൊരു വലിയ ചോയ്സ് ആണ്, വലിയ ഡിസിഷൻ ആണ്. പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്തൊരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ പുഷ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. പ്രൈവറ്റായി നിങ്ങൾക്ക് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് ചെക്ക് ഔട്ട് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.